ഹെയ്ൻസ് എന്നൊരാളുടെ ഭാര്യയ്ക്ക് ഒരു മാറാരോഗം പിടിപെട്ടു. ഈ മാറാരോഗത്തിന് ഒരൊറ്റ മരുന്നേ ഉള്ളൂ. അതാണ് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഹെയ്ൻസ് ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളെനിക്ക് മരുന്ന് തരുമോ, ഞാൻ പകുതിയായിട്ട് പൈസ തന്ന് അവസാനിപ്പിക്കാമെന്ന്. ഫാർമസിസ്റ്റ് പറഞ്ഞു, നടക്കില്ല, നിങ്ങൾ ഒരുമിച്ച് പൈസ നല്ല തരുള്ളൂ എന്ന്. ഹെയ്ൻസ് എന്ത് ചെയ്തു, ഈ മരുന്ന് കട്ടെടുത്ത് ഡോക്ടർക്ക് കൊടുത്ത് സ്വന്തം ഭാര്യനെ രക്ഷപ്പെടുത്തി. ഹെയ്ൻസ് ചെയ്തത് തെറ്റാണോ ശരിയാണോ? ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഉത്തരം വന്നിട്ടുണ്ടാവും. ആ ഉത്തരത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരണവും ഉണ്ടായിട്ടുണ്ടാവും. 10 ആളോട് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ 10 ആളും 10 ഉത്തരമാണ് പറയുക. ഈ ഡിലേമയ്ക്കാണ് നമ്മൾ ഹെയ്ൻസ് ഡിലേമ എന്ന് പറയുക. ഇതിനെ കോൾബർഗ് 3 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, അതായത് ഒരു ചൈൽഡ് ലൈക്ക് റീസണിങ് ആയിരിക്കും. അതായത് ഹെയ്ൻസ് കട്ടെടുക്കാൻ പാടില്ലായിരുന്നു, കാരണം കട്ടെടുത്ത് കഴിഞ്ഞാൽ ആൾ ജയിലിൽ പോകും. വളരെ സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ആണ്. രണ്ടാമത്തെ കൺവെൻഷണൽ മൊറാലിറ്റി, അതായത് ഹെയ്ൻസ് നല്ലൊരു ഭർത്താവാണെങ്കിൽ സ്വന്തം ഭാര്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കട്ടെടുക്കാം, അതിൽ തെറ്റില്ല. മൂന്നാമത്തെ പറഞ്ഞാൽ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റിയാണ്, അതായത് ഹ്യൂമൻ ലൈഫിനാണ് പൈസയെക്കാളും വാല്യൂ കൂടുതൽ, അതുകൊണ്ട് തന്നെ കട്ടെടുക്കണോണ്ട് കുഴപ്പമില്ല എന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 സെക്ഷനിലും ഏതെങ്കിലും ഒരു സെക്ഷനോ അല്ലെങ്കിൽ അതിനെ അനുബന്ധിച്ച് എന്തെങ്കിലും ഒരു റീസൺ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതാണ് നിങ്ങളുടെ മോറൽ ഏജിനെ കാണിക്കുന്നുണ്ടാവുക. മോറൽ ഏജ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഏജ് പോലെയല്ല. 10 വയസ്സുള്ളൊരു കുട്ടിക്ക് 50 വയസ്സുള്ള ഒരാളെക്കാളും മോറൽ ഏജ് ചിലപ്പോൾ കൂടുതലായിരിക്കും. അത് അവൻ വളർന്നു വന്ന സാഹചര്യവും കടന്നുപോയ എക്സ്പീരിയൻസസും കാരണം കൊണ്ടാണ്. ഇതിന് വേറൊരു പെർസ്പെക്റ്റീവും കൂടിയുണ്ട്. അതായത് ഞാൻ മുന്നേ പറഞ്ഞു 10 പേരുടെ ഒരു കാര്യം ചോദിച്ചാൽ 10 അഭിപ്രായങ്ങളായിരിക്കും. എല്ലാ തെറ്റും ശരിയും ചില കാര്യങ്ങളിൽ ഒരാളുടെ പെർസ്പെക്റ്റീവ് ബേസ് ചെയ്തിട്ടിരിക്കും. അതായത് എനിക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ശരിയായിരിക്കും. ചില കാര്യങ്ങളിൽ മാത്രമാണ്, ചില കാര്യങ്ങൾ തെറ്റ് തന്നെയാണ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ?